എല്ലാവർക്കും സ്വാഗതം. രോഹിത്തിനെയും കൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ അവൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ അവനോട് എങ്ങനെ പെരുമാറാന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തടസ്സം പറയാണ് കേട്ടോ. അപ്പം അച്ഛൻ എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കും അലീന. ഇത് വിശ്വാസത്തിൻ്റെ കുറവൊന്നല്ല മോളെ, ഇവിടെ നിന്ന് തന്നെ അവൻ റോഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ ആളുകൾ ഇങ്ങനെ കല്ലെറിയുകയൊക്കെ ചെയ്യില്ലായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെ അവനെ തടഞ്ഞു വെച്ച് അടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അവിടെ ഉള്ളവരൊന്നും അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ അവർ ഇങ്ങനെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഇപ്പം തന്നെ പോകാനാണോ പ്ലാൻ എന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ സമ്മതം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ പോകാമായിരുന്നു എന്ന് പറയും. അപ്പോൾ എങ്ങനെ പോകും, ഞാൻ കൊണ്ടുവിടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടാന്ന് പറയട്ടോ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരണ്യയുടെ പഠിപ്പ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാലും അത് മുടങ്ങരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടേക്ക് രോഹിത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ 2-3 തവണയായി ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കാര്യം പറയുന്നു, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ മുകളിലേക്ക് പോകുന്നത്. പിന്നീട് മുകളിലേക്ക് പോകുമ്പോൾ രോഹിത്ത് അവിടെ ഉണ്ടെങ്കിൽ താഴേക്ക് വരാൻ പറയണേന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അവർ ശരണ്യയുടെ വീട്ടിലെത്തുകയാണ്. ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ രോഹിത്തിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരു മടി. അപ്പോൾ ഞാൻ ഇറങ്ങണോ എന്ന് ചോദിക്കും അലീനയോട്. അപ്പോൾ നീ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത്ത് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഇവർ വരുന്ന കണ്ടുകൊണ്ട് അവിടെ ശരണ്യയുടെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രോഹിത്തിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ രോഹിത്തിന് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛന് ഇവനെ മനസ്സിലായില്ലേ, ഇതാണ് രോഹിത് ബാലേന്ദ്രൻ എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശരണ്യയുടെ അമ്മ അവിടെ നിന്ന് അലീനേനെയും രോഹിത്തിനെയും കണ്ടിട്ട് പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, മക്കൾ കയറി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവർ ഇങ്ങനെ അലീനേനെയും രോഹിത്തിനെയും ഇങ്ങനെ അകത്തേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ശരണ്യനോടും വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഷാരു, ഇത് ആരൊക്കെയോ വന്നിട്ടുള്ളതെന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അലീനയുടെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അവർ അകത്തേക്ക് കയറും. അപ്പോഴേക്കും ശരണ്യയും അതുപോലെ തന്നെ ഗോപനും ഒക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അലീന ഓരോരുത്തരെയായിട്ട് രോഹിത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അച്ഛനെയും അമ്മേനെയും അതുപോലെ തന്നെ ഗോപനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഓമനക്കുട്ടൻ എവിടുന്നോ അങ്ങ് തള്ളി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തട്ടി മറിച്ചിട്ടേനല്ലോ, നിനക്ക് തവളയെ പോലെ നടക്കാനേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അമ്മയാണെങ്കിലും വഴക്ക് പറയുന്നുണ്ടായിരുന്നേ. ഒന്ന് മെല്ലെ വന്നാലെന്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയും പറയും, ഞാൻ എപ്പോൾ വരുമ്പോഴും നീ ഇവിടെ ഉണ്ടാവില്ല, എവിടെന്നെങ്കിലും ഓടിപ്പിടിച്ച് വരികയായിരിക്കും എന്ന് പറയും. ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓമനക്കുട്ടൻ. പിന്നെ ശരണ്യനോടാണെങ്കിലും രോഹിത് മാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നേ, ഞാൻ അവിടെ വരാൻ പാടില്ലായിരുന്നു, വന്നത് തന്നെ വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ശരണ്യ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ശരണ്യയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് നേരത്തെ ശരണ്യയെ അറിയത്തില്ലായിരുന്നു, ഞാൻ ആ കൂട്ടത്തിൽ വന്ന് പെട്ടുപോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛനാണെങ്കിലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ, സാരമില്ല, ആദ്യമൊക്കെ ഇങ്ങനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ അലീനയാണ് ഞങ്ങളുടെ മനസ്സ് മാറ്റിയത്, മോൻ അതിൽ വന്ന് പെട്ടതാണെന്നൊക്കെ ശരണ്യം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് ശരണ്യയുടെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയും മോളെയും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടാണ്, അലീന അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്, അവർ നിൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലീന അവിടെ ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ ഇതാക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ അവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. മോനിപ്പോൾ ഇവിടെ വന്ന് മാപ്പ് പറയാൻ കാണിച്ചതും എന്തുകൊണ്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നിങ്ങനെ പറയൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അലീനയാണ് അതിന് പിന്നിലുള്ള കാരണമെന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് രോഹിത് ഇങ്ങനെ പറയുകയാണ്, ചേച്ചി ഇങ്ങനെ ഇവിടെ വന്ന കാര്യങ്ങളും ഇവിടേക്ക് വരുന്ന ദിവസം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുന്ന് കഴിച്ച ഭക്ഷണവും എല്ലാം അവിടെ വന്ന് പറയാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് നീ ഒന്നും ഇവരോട് പറയണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അതെ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ അലീനയെ കുറിച്ച് എല്ലാം അറിയാമെന്ന് പറയുകയാണ്. ശരണ്യ അതുപോലെ തന്നെ ശരണ്യനോടും എല്ലാവരോടും ഇങ്ങനെ മാപ്പ് ചോദിച്ച ശേഷം അലീനയാണെങ്കിലും ഇങ്ങനെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിൻ്റെ മനസ്സ് തെളിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശരണ്യാണെങ്കിലും
അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ചേച്ചി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ ഇവരോട് എന്ന്. അപ്പോൾ അതവർ സംസാരിച്ചോളും, ചേച്ചി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീനേനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ ശരണ്യയുടെ റൂമിലേക്ക്. അപ്പോൾ രോഹിത്തിനോട് അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരണ്യയുടെ അച്ഛൻ ഓമനക്കുട്ടനോട് ഒരു കസേര എടുത്തുകൊണ്ട് വരാൻ പറയും കേട്ടോ. അപ്പോൾ കസേരയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. രോഹിത്ത് അവിടെ ഇരിക്കും കേട്ടോ. ഗോപനാണെങ്കിൽ ഒന്നും മിണ്ടുന്നൊന്നും ഇല്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. പിന്നീട് ശരണ്യയും അലീനയും കൂടെ സംസാരിക്കുകയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അലീന വന്നതിൽ. അപ്പോൾ അത് അലീന ചോദിക്കുന്ന സമയത്ത് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ചേച്ചീനെ ഓരോ തവണ കാണുമ്പോഴും സ്നേഹം ഇങ്ങനെ കൂടി വരികയാണ്, അതെന്തുകൊണ്ടാണ്, അതെന്താ കുറയാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയും, നിനക്ക് നല്ല മാന്ത് കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറയും കേട്ടോ. എന്നാൽ എന്നെ മാന്തിക്കോ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി കൊടുക്കും. എനിക്ക് മുഖത്ത് മാന്തണം എന്നാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നത്. എന്നാൽ മുഖത്ത് മാന്തിക്കോ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് അവിടെ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ പെണ്ണിൻ്റെ ഒരു ധൈര്യം എന്ന്. അലീനയും പറയുന്നുണ്ടായിരുന്നു, എനിക്കും നിന്നെ കാണുമ്പോൾ അങ്ങനെ നിന്നോടുള്ള വാത്സല്യം കൂടി വരികയാണ് എന്ന് പറയേ. അപ്പോൾ ചേച്ചി ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്നിങ്ങനെ ശരണ്യ പറയുമ്പോൾ, എന്നാൽ പിന്നെ എന്നും നമ്മൾ അടിയായിരുന്നേനെ എന്നും പറയുന്നുണ്ട് കേട്ടോ. സാധാരണ കൂടപ്പിറപ്പുകൾ തമ്മിൽ, ചേച്ചി അനിയത്തിയൊക്കെ തമ്മിൽ അങ്ങനെ തന്നെയാണല്ലോ എന്നും ശരണ്യ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ശരണ്യ നോട്ടൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശരണ്യയ്ക്ക് സ്റ്റഡി ലീവാണ്. പിന്നെ അതുപോലെ തന്നെ പോയ പ്രസൻ്റ് എല്ലാം കൊടുക്കാമെന്ന് ക്ലാസ് ടീച്ചർ ഇങ്ങനെ ശരണ്യയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതണം, നിനക്ക് ഇഷ്ടമുള്ള അത്രയും പഠിച്ചോ എന്നൊക്കെ ഇങ്ങനെ നിനക്ക് വേണ്ട കോഴ്സൊക്കെ നീ തന്നെ തിരഞ്ഞെടുത്തോ എന്നൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾ എല്ലാവർക്കും മാതൃകയാവണം, നിന്നെക്കൊണ്ട് അത് പറ്റിയല്ലോ എന്ന് എല്ലാവർക്കും തോന്നണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ടായിരുന്നു, മോള് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോയ പോലെയാണ് എന്ന്. അപ്പോൾ ചേച്ചീനെ ഞാൻ തോൽക്കാൻ വിടില്ല, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് കാണിച്ചു തരട്ടെ, എല്ലാ കുട്ടികളും എന്നെ എൻകറേജ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ശരണ്യ അത് എടുക്കാനായിട്ട് പോവേ. അപ്പോഴേക്കും രോഹിത്തിന് ചായയൊക്കെ അതുപോലെ തന്നെ ഓമനക്കുട്ടനും രോഹിത്തും കൂടെ അവിടെ സംസാരിക്കുകയാണ് കേട്ടോ. ക്രിക്കറ്റിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഓമനക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ക്രിക്കറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിന്. ശരണ്യയുടെ അച്ഛനാണെങ്കിൽ കടയിൽ പോയി പലഹാരമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഗോപൻ പോയിട്ട് പാല് വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നീട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഇവിടെ ടീ പാർട്ടി നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ വന്നിട്ട് പലഹാരം എടുക്കുന്ന സമയത്ത് രോഹിത്ത് പറയുകയാണ്, അത് എനിക്കുള്ളതാണെന്ന്, നിനക്ക് ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് അലീന പലഹാര പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അച്ഛനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ പിന്നെ കഴിച്ചോളാന്ന്. വേണ്ട, ഇപ്പം തന്നെ കഴിക്കണം, ഇപ്പം തന്നെ കഴിച്ചോ, അല്ലെങ്കിൽ പിന്നെ ഇവനത് തട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ അലീനയ്ക്കും അതുപോലെ തന്നെ അച്ഛനും ഒക്കെയുള്ള ശരണ്യയ്ക്കൊക്കെ ഉള്ള ചായ ആയിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് ഇങ്ങനെ അലീന കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ശരണ്യയുടെ പഠിപ്പിനെ കുറിച്ച് കൂടെ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടമുള്ള അത്രയും അവൾ പഠിച്ചോട്ടെ, അവൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും അവൾ തിരഞ്ഞെടുത്ത് പഠിച്ചോട്ടെ, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അവളുടെ പഠിപ്പിൻ്റെ കാര്യമെല്ലാം അലീന ഏറ്റെടുത്തു എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ശരണ്യമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി പാലായിൽ നിന്ന് പോവുകയാണെങ്കിലും ശരണ്യയ്ക്ക് പഠിക്കാനുള്ളത് ഇവിടെ എത്തിയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് രോഹിത്തിനെ ഞാനിവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് എന്നും പറയുകയാണ്. അവൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് വാങ്ങിക്കാൻ മടിക്കേണ്ട, അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, ഞാൻ ജോലിയെടുത്തുണ്ടാക്കുന്ന പൈസ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ശരണ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചീനെ പറഞ്ഞു വിടാനോ എന്നൊക്കെ രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ചേച്ചീനെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അവിടെ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ ചേച്ചിക്ക് പോകണം എന്ന് പറയാണ്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി പോകുന്നത് അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ ചേച്ചി അവിടെ നിന്ന് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീനയോട്. അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ വയസ്സായ ഒരു അമ്മേനെ നോക്കാൻ വന്നതാണ്, ഇപ്പോൾ അമ്മ അവിടെ ഇല്ല, അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ അവിടുത്തെ ജോലി തീർന്നു, ഇനി മറ്റെവിടെയെങ്കിലും ജോലി നോക്കണം എന്നൊക്കെയായിട്ടാണ് പറയുന്നത്. അലീന പറയുന്നുണ്ടായിരുന്നു, എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്ന്. അപ്പം അത് മാറ്റിയിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലേ എന്ന് ശരണ്യ ചോദിക്കുമ്പോൾ, അതങ്ങനെ മാറുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും മാസത്തിൽ ഒരു തവണ നിന്നെ കാണാൻ വരും, അതുപോലെ തന്നെ എന്നും ഫോൺ വിളിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പായിട്ടില്ലല്ലോ. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ അലീനയ്ക്കും അത് പറയാൻ അറിയത്തില്ല, എവിടെയെങ്കിലും ജോലി നോക്കണം എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് ആകെ വിഷമമാകുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കാതെ, ഇതുവരെ നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ നിന്നത്, എല്ലാവരും
ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്ക്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ആ ചായ കുടിച്ചേന്ന് കേട്ടോ. അപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഭയങ്കര കനത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്, മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അലീന വന്നിട്ട് ഒരു ഹലോ പറയൂട്ടോ. അപ്പോൾ തിരിച്ചും ഭയങ്കര കനത്തിലാണ് കേട്ടോ ഒരു ഹലോ ഒക്കെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഒരു ഹലോയ്ക്ക് ഇത്ര കനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ ഇവൾക്ക് പറ്റിയത് എന്നിങ്ങനെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ആർക്കറിയാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അലീനയും പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇങ്ങനെ ഓടി വന്ന് എൻ്റെ തോളെ കയറുന്ന കൊച്ചാണ് ഇത് എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, അന്നൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്, അന്ന് ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളല്ലോ, ഇപ്പോൾ ആൾ കൂടിയല്ലോ എന്നിങ്ങനെ പറയും. ഓ അതാണോ കാര്യം, ഞാൻ പുറത്ത് പോയപ്പോൾ നിന്നോട് പറഞ്ഞില്ല, അതാണല്ലേ കാര്യം എന്നിങ്ങനെ അലീന പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, അലീനയും ബാലചന്ദ്രനും സംസാരിക്കുന്നുണ്ട്. അലീന പോകുന്ന കാര്യമൊക്കെ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അപേക്ഷിക്കുന്ന പോലെ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നില്ലേ, ഇനി എനിക്ക് പറ്റത്തില്ല അച്ഛ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. പോയേ പറ്റുള്ളൂ ഇതിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ബാലേന്ദ്രന് അത് ഇഷ്ടാവുന്നില്ല. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ നിന്നെ ആരെപ്പോലെയാണ് കണ്ടത്, മകളെപ്പോലെയല്ലേ, എന്നിട്ട് ഈ അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് നീ പോവുകയാണോ, എന്നാൽ പിന്നെ പോയിക്കോ, നീ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോന്ന് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.